ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നെൻ്റെ ഫസ്റ്റ് വന്ദേ ഭാരത് യാത്രയാണ്. ഞാനിവിടെ കയറുന്നത് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ്. കഴിഞ്ഞ പ്രാവശ്യം ലീവിന് വന്നപ്പോഴും കയറണം എന്ന് ആഗ്രഹിച്ചായിരുന്നു, പക്ഷെ ടിക്കറ്റ് കിട്ടിയില്ല. ഈ പ്രാവശ്യം 4 ദിവസം മുന്നേ ബുക്ക് ചെയ്തപ്പോഴാണ് ടിക്കറ്റ് കിട്ടിയത് കേട്ടോ. നമുക്ക് അകത്ത് കയറാം. നല്ല നല്ല സീറ്റിൽ ഓരോ കുപ്പി വെള്ളം ഇരിപ്പുണ്ട്. വെള്ളം എല്ലാവർക്കും ഫ്രീ ആണേ. സീറ്റും കാര്യങ്ങളും അത്യാവശ്യം എല്ലാം നല്ല നല്ല പ്രീമിയം ലെവൽ തന്നെയാണ്. ഇതിനൊന്നും തെറ്റ് പറയാൻ മാത്രമില്ല. ചവിട്ടുപൊടിയും അതെനിക്ക് ഇഷ്ടപ്പെട്ടു. നമ്മൾ കാല് മരയ്ക്കുന്ന പരിപാടിയും അതൊക്കെ അതിന് കുറഞ്ഞു കിട്ടും. സീറ്റാണെങ്കിൽ പോലും സീറ്റും നല്ലതാണ്. ചാരി കിടന്ന് നമുക്ക് ഉറങ്ങാൻ നമ്മുടെ കഴുത്ത് പോയി പുറത്തേക്ക് പോയാല അത് അവിടെ തന്നെ കിടന്നോളൂ. നമ്മുടെ കഴുത്ത് വെക്കുന്ന സാധനം അതിൻ്റെ ആവശ്യമില്ല. അപ്പോഴത്തേക്ക് നമ്മുടെ ഫുഡ് എത്തി. ഫുഡ് കുറേ സ്നാക്സും ഒരു ഉഴുന്നുവടയും എല്ലാം ഉണ്ട്. ഇത് നമ്മുടെ ഉഴുന്നുവടയാണേ. അതിൻ്റെ പാക്കിംഗ് ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. ഈ സാധനം നമ്മുടെ പോപ്കോണ് ചോക്ലേറ്റ് ഒഴിച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം അതാണ്. ഇത് നമ്മുടെ ചെറിയ സാൻഡ്വിച്ച് പോലെ കേക്ക്, ഇതൊരു മിക്സർ. കൊള്ളാം. എല്ലാം നല്ല ഫുഡുകളാണ്. നല്ല പാക്കിംഗ് ആണ്, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോഴത്തേക്ക് നമ്മുടെ ചൂടുവെള്ളം എത്തി. ചൂടുവെള്ളത്തേക്ക് നമ്മുടെ 3-in-1 കോഫി അങ്ങ് അടിച്ചേക്കാം. പുറത്തെ കാഴ്ചകൾ ഒരു രക്ഷയില്ല. ഇത്രയും വലിയ ഗ്ലാസ് ഏരിയ നമ്മൾ പുറത്തേക്ക് നോക്കുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ്. അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നിങ്ങൾ തന്നെ കാണും. ചിലർക്കുണ്ടായിരിക്കും ഈ ഛർദ്ദിക്കാൻ വരുന്ന അവസ്ഥ. അതൊന്നും ഇത്രയും വലിയ ഗ്ലാസ് ഏരിയയിൽ നിന്ന് ഉണ്ടായ കാരണം അങ്ങനെ ഉണ്ടാകാൻ ഒരു സാധ്യതയില്ലെന്നാണ് എൻ്റെ കാഴ്ചപ്പാട്. അങ്ങനെ കാഴ്ചയും കണ്ടിരിക്കുമ്പോൾ നമുക്കൊന്ന് ബാത്റൂം വരുന്നു പോയി നോക്കാം. ബാത്റൂമൊക്കെ നല്ല നീറ്റാണ്. അങ്ങനെ തെറ്റ് പറയാൻ മാത്രം അങ്ങനെയൊന്നുമില്ല. അത്യാവശ്യം ക്ലീനുമാണ്. ഫ്ലഷ് അടിക്കുന്ന ഇവിടെയാണ്. അവിടെ വലിക്കേണ്ട ആവശ്യമില്ല. അതേക്കാളും കൊള്ളാം. നല്ല നീറ്റാണ്. അതിപ്പം നമ്മൾ ഫ്ലൈറ്റിൽ കയറിയാൽ പോലും ഫ്ലൈറ്റിലെ ആ സെയിം ബാത്റൂമിൻ്റെ ആ ഫീല് തന്നെയുണ്ട് ഇവിടെ. നമ്മുടെ കൈ കഴുകിയാൽ കൈ ഉണക്കാനുള്ള സംഭവം. ഇതിൻ്റെ പേരറിയാം, നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. പല ആൾക്കാരും പല പേര് പറയുന്നുണ്ട്. അങ്ങനെ കൊള്ളാം. നമ്മുടെ റെയിൽവേയിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കുന്നതിന് അപ്പുറത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മുടെ ബാത്റൂം. നമുക്ക് പുറത്തേക്ക് ഇറങ്ങിയാൽ നമ്മൾ പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ എല്ലാ റെയിൽവേ സ്റ്റേഷനിലും ഫുള്ള് പണി നടക്കുവാണ്. അത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഫുള്ള് റെയിൽവേ സ്റ്റേഷനിലും പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു 2-3 വർഷത്തിനകം ഫുള്ള് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ വലിയ മാറ്റം സംഭവിക്കാൻ പോവുകയാണ്. അതിൻ്റെ കാഴ്ചപ്പാടാണ്, അതിൻ്റെ ഒരുക്കങ്ങളാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ടൂറിസവും അതിനൂടെ വികസിക്കും. നല്ല കാര്യം. ഇതുപോലെ 2-3 വന്ദേ ഭാരതങ്ങൾ കിട്ടുവാണെങ്കിൽ നമ്മുടെ യാത്രാക്ലേശം ഏക്കാലും മാറിക്കിട്ടും. അത് ഉറപ്പാണ്. നല്ല സുഖമാണ് ഇത് യാത്ര ചെയ്യാൻ. അപ്പോഴത്തേക്ക് നമ്മുടെ ഫുഡ് എത്തി. ഫുഡ് കിട്ടിയത് നമ്മുടെ എറണാകുളം അടുക്കാറായപ്പോഴാണ് കിട്ടിയത്. അത് തന്നെ നല്ല വിശന്നാണ് ഞങ്ങൾ ഇരുന്നത്. ഇതെന്താണെന്ന് നോക്കുവാണെങ്കിൽ ഫുഡൊക്കെ അത് പരിപ്പ് കറി, ചോറ്, ചിക്കൻ കറി, ചപ്പാത്തി എല്ലാം ഉണ്ട്. നല്ല വിശന്നിരിക്കുന്ന കാരണം പെട്ടെന്ന് കഴിക്കുന്ന വീഡിയോ എടുക്കുന്നില്ല. അന്ന് വയ്യ. നന്നായിട്ട് വിശന്നായിരുന്നത്. അത് ഫുഡ് ഇച്ചിരി കൂടെ നേരത്തെ തരാമായിരുന്നു. അവരങ്ങോട്ടും ഇങ്ങോട്ടും ഫുഡ് ചുമന്നുകൊണ്ട് പോകുന്ന എപ്പോഴും കാണാമായിരുന്നു. പക്ഷെ ഫുഡ് കിട്ടിയത് കുറച്ച് ലേറ്റായിപ്പോയി. അത് മാത്രമേ കുഴപ്പമുള്ളൂ. പക്ഷെ ഫുഡ് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അതിനൊന്നും പറയാതിരിക്കാൻ പറ്റില്ല. നല്ല ഫുഡ് തന്നെയാണ്. അങ്ങനെ നമ്മൾ കോട്ടയം എത്തി. കോട്ടയത്തേക്ക് നമ്മൾ ഇറങ്ങാൻ വേണ്ടി നിൽക്കുവാണ്. വലിയ തിരക്കില്ല. കോട്ടയത്താറായപ്പോഴത്തേക്കും തിരക്ക് ഇച്ചിരി കുറഞ്ഞു. അല്ലെങ്കിൽ അത്യാവശ്യം ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടപ്പൊക്കെ ആയിരുന്നു. സീറ്റ് ഫുള്ളായിരുന്നു. ഇപ്പോൾ സീറ്റൊക്കെ കുറച്ച് കാലിയായിട്ടുണ്ട്. അങ്ങനെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. അങ്ങനെ നമ്മൾ കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിരിക്കുന്നു. സമയം പക്കയായിട്ട് ഇവർ പാലിച്ചിട്ടുണ്ട്. നമ്മളവിടുന്ന് കറക്റ്റ് 3:30 ആയപ്പോൾ നമ്മളവിടുന്ന് കണ്ണൂരിൽ നിന്ന് കയറിയതാണ്. ഇവിടെ കൃത്യം 8:10 ആയപ്പോൾ നമ്മൾ ഇറങ്ങുകയും ചെയ്തു. ഇവർ കൊടുത്തിരിക്കുന്ന സമയം കൃത്യമായിട്ട് പാലിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ കൊടുക്കണേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.